പാക് അധീന ജമ്മു കശ്മീർ ഭാരതത്തിൻ്റെതാണെന്ന് ആവർത്തിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നെഹ്റുവിൻ്റെ തെറ്റായ തീരുമാനം കശ്മീരിനെ വർഷങ്ങളോളം ദുരിതത്തിലാക്കി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ഭീകരവാദത്തെ നേരിടാനായെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മു കശ്മീർ സംവരണ ഭേദഗതി, പുനഃസംഘടനാ ഭേദഗതി ബില്ലുകൾ ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ല്, ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ബില്ല് എന്നിവ പാർലമെന്റിൽ അവതരിപ്പിച്ച് ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കുള്ള അവസരത്തിലാണ് ഇത്തരത്തിൽ പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെതാണ് എന്ന പ്രഖ്യാപനം, ആവർത്തനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ അടുത്തിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നും പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ആവശ്യമെങ്കിൽ പാക് അധീന ജമ്മു കാശ്മീർ തിരിച്ചുപിടിക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ പാർലമെന്റിൽ, ലോക്സഭയിൽ പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെതാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ചിട്ടുള്ളത്. ഒപ്പം കശ്മീരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒന്ന്, അതിലേറ്റവും പ്രധാനം നെഹ്റു കാലത്തെ മണ്ടത്തരങ്ങളാണ് കാശ്മീരിലെ ജനതയെ ഇത്രയധികം കണ്ണീര് കുടിപ്പിച്ചത്, അല്ലെങ്കിൽ വർഷങ്ങളോളം ജനതയെ ദുരിതത്തിലാക്കിയത് നെഹ്റുവിന്റെ കാലത്തുണ്ടായ മണ്ടത്തരങ്ങളായിട്ടുള്ള തീരുമാനങ്ങളാണ് അന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതായത് ആർട്ടിക്കിൾ 370 കശ്മീർ ജനതയുടെ അന്നത്തെ ജീവിതം അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു താൽക്കാലിക ഉപാധിയായിട്ടായിരുന്നു ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് സർക്കാർ അത് സ്ഥിരപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കശ്മീരിന്റെ മണ്ണിൽ വിഘടനവാദികൾക്ക് അവസരമൊരുക്കുകയും വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കുന്നതിനും വഴിവെച്ചു എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള നെഹ്റുവിയൻ മണ്ടത്തരമാണ് ഇപ്പോൾ ഈ അവിഭാജ്യ ഭൂപ്രദേശം പാക് അധീന ജമ്മു കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു മണ്ണ് നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണമായത് എന്നുകൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയതോടുകൂടി ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെക്കുകയും ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ഉണ്ടായി. കൂടാതെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അത് ചരിത്രപരമായ തീരുമാനമാണെന്നും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിന്റെ മണ്ണിൽ സൈന്യത്തിന് നേരെയുള്ള കല്ലേറും ആ കല്ലെറിയുന്നതിനുള്ള സാമ്പത്തിക പിന്തുണയും പാടെ നിലച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭീകരവാദത്തെ അടിച്ചൊതുക്കാനും കശ്മീരിന്റെ ജനതയെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാനും നിലവിൽ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വഴിയിലേക്ക് കടക്കുമ്പോൾ അത് കശ്മീരിൽ നീതി നിഷേധിക്കപ്പെട്ട പലായനം ചെയ്തവർക്ക് വ്യക്തമായ സംവരണം ഈ നിയമസഭയിൽ ഏർപ്പെടുത്തും. ഒപ്പം നിയമസഭാ സീറ്റുകളിൽ പാക് അധീന ജമ്മു കാശ്മീരിലും സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളതും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാർലമെന്റ് പരിശോധിക്കുമ്പോഴും പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയിലും പാക് അധീന ജമ്മു കാശ്മീരിൽ സീറ്റുകളുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ നടത്താൻ സാധിക്കില്ല എങ്കിൽ പോലും പാർലമെന്റിലും അത്തരത്തിൽ സീറ്റുകൾ പാക് അധീന ജമ്മു കാശ്മീരിലുണ്ട്. അതിന് സമാനമായി തന്നെ ജമ്മു കാശ്മീർ നിയമസഭയിലേക്കും പാക് അധീന ജമ്മു കാശ്മീരിൽ നിന്ന് സീറ്റുകൾ ഉണ്ടാകും. ഒപ്പം കശ്മീരിന്റെ മണ്ണിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്നവർക്ക് സംവരണവും നീതിയും ഉറപ്പാക്കും എന്നുള്ള കാര്യം കൂടി അമിത്ഷാ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചർച്ചയ്ക്ക് ശേഷം രണ്ട് ബില്ലുകളും, അതായത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലും ജമ്മു കാശ്മീർ സംവരണ ബില്ലും പാർലമെന്റിൽ ലോക്സഭയിൽ ശബ്ദ വോട്ടോടുകൂടി പാസാക്കുകയുണ്ടായി. ജിഷ്ണു, അതോടൊപ്പം തന്നെ നിലവിലെ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരുപക്ഷെ സ്വാഭാവികമായൊരു കൂടിക്കാഴ്ച ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളായൊരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? വിഷ്ണു, നിലവിൽ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് 3 സംസ്ഥാനങ്ങളിൽ മികച്ച വിജയം BJP നേടിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരിക്കണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രത്യേകിച്ച് നാളെ BJPയുടെ പാർലമെന്ററി യോഗം ചേരുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായേക്കും. കാരണം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അത് ഡൽഹിയിൽ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ ഒന്ന് പാർലമെന്റ് നടക്കുന്നു, കാരണം ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 3 സംസ്ഥാനങ്ങളിലും BJPക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി ആരാകണം, സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ സംസ്ഥാന തലത്തിലും ഒപ്പം ദേശീയ തലത്തിലും പുരോഗമിക്കുകയാണ്. ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ദേശീയ ജനറൽ സെക്രട്ടറിമാരുമായി യോഗം ചേർന്ന് മുഖ്യമന്ത്രിമാർ ആരാകണം എന്നത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും
അമിത്ഷായും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷ്ണു. വ്യക്തമാണ്. പാക് അധീന കശ്മീർ ഭാരതത്തിൻ്റെതാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.